നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം കലോത്സവ വിശേഷം. ചൊവ്വാഴ്ച മുതൽ എരുമപ്പെട്ടിയിൽ നടന്നുവരുന്ന കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാകും. കലാകിരീടം ചൂടാൻ അവസാന ദിവസവും സ്കൂളുകൾ തമ്മിൽ വാശിയോടെ മത്സരിക്കുമ്പോൾ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്ത് ആധിപത്യം തുടരുകയാണ്. ചിറമനേങ്ങാട് കോൺകോർഡ് സ്കൂൾ രണ്ടാം സ്ഥാനത്തും വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടുപുറകിൽ മൂന്നാം സ്ഥാനത്തുമുണ്ട്. സമാപന ദിനത്തിൽ 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വഞ്ചിപ്പാട്ട്, സംഘനൃത്തം, തിരുവാതിര, നാടൻപാട്ട്, മോണോ ആക്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. രാവിലെ 9:30ഓടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. വ്യാഴാഴ്ചയിലെ മത്സരങ്ങൾ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സമാപിച്ചത്. ഇന്ന് വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക. സംഘനൃത്തത്തിൽ കണ്ണഞ്ചി കലോത്സവത്തിലെ അവസാന ദിനം. ജനപ്രിയ ഇനമായ സംഘനൃത്തം കാണാൻ നിറഞ്ഞ സദസ്സാണ് ഉണ്ടായിരുന്നത്. കലമെല്ലാം അടക്കിയ ചൂളയിൽ ആത്മകൂതിയായവളിരുന്നു. മാദേവനെന്ന് അറിയാതെ കൊളുത്തിയ ചൂളയിൽ വെന്തുരുകിയവൾ. ഒരുക്കത്തിലെ ഒരുമ, ചുവടുകളിലെ കൃത്യത, ചലനങ്ങളിലെയും സംഗീതത്തിലെയും അർപ്പണബോധം എന്നിവ സമന്വയിപ്പിച്ച് വേദിയിൽ കുട്ടികൾ നിറഞ്ഞാടി. കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നാണ് സംഘനൃത്തം. ഓരോ കലോത്സവത്തിനും ഏറെ പ്രയത്നിച്ചാണ് ഓരോ ടീമും വേദിയിലെത്തുന്നത്. വസ്ത്രധാരണം മുതൽ മേക്കപ്പ് വരെ ഒരുപോലെയാകേണ്ടതുണ്ട്. മേക്കപ്പ് മുതലിങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ശ്രദ്ധയും അർപ്പണവും പ്രകടമാകേണ്ട നൃത്തരൂപമാണിത്. 7 പേരടങ്ങുന്ന ടീമിൽ ഒരുക്കത്തിലെ ഒരുമ വേദിയിലും നിർബന്ധമാണ്. കാടിൻ്റെ മക്കളായും അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ ഉയർത്തെഴുന്നേൽപ്പായും പുരാണകഥയിലെ കഥാപാത്രങ്ങളായും ചരിത്ര സംഭവങ്ങളെയും വിവിധ സമകാലിക വിഷയങ്ങളെയും മുൻനിർത്തി അവതരിപ്പിച്ച നൃത്തം കാണികളുടെ ശ്രദ്ധയാകർഷിച്ചു. LP വിഭാഗത്തിൽ കുന്നംകുളം ബദനി സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. BJP ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 2ാം വാർഡ് ഗ്രാമക്കുളത്ത് KK രാധാകൃഷ്ണൻ, 3ാം വാർഡ് തിരുവത്ര നോർത്തിൽ KC ശ്രീധരൻ, 8ാം വാർഡ് മമ്മിയൂരിൽ മുരളീധരൻ, 10 ഓവുങ്ങലിൽ ജോമോൾ സുമേഷ്, 11 പാലൂർ നോർത്ത് സജിനി പ്രതീഷ്, 12 പാലയൂരിൽ പ്രസന്നൻ കാരയിൽ, 16ാം വാർഡിൽ ചാവക്കാട് ടൗൺ AK വേലായുധൻ, 17 കോഴിക്കുളങ്ങരയിൽ M ജനാർദ്ദനൻ, 18 മണത്തല നോർത്തിൽ ഉമാവേണു, 19 സിവിൽ സ്റ്റേഷനിൽ മഞ്ജു മനോജ്, 21 ബ്ലാങ്ങാട്ടിൽ അഡ്വക്കേറ്റ് സിന്ധുരാജൻ, 24 ദ്വാരക ബീച്ച് NB ഹരിദാസ്, 26 പുളിച്ചിറക്കെട്ട് ഈസ്റ്റിൽ വേലായുധകുമാർ, 27 പരപ്പിൽ താഴത്ത് സുബിൻ രാജ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധകുമാർ, ഗണേഷ് ശിവജി, പ്രമോദ് ശങ്കരൻ, ഉമാദേവി ഷൺമുഖൻ, പ്രതീഷ് ഐനിപ്പുള്ളി, MK വിനോദ് കുമാർ, രജിത ജയരാജ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവൻ ആശുപത്രിയിലെ തൊടിയിലെ ചെടി എന്ന ഔഷധ ഉദ്യാനത്തിന്റെയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ധന്വന്തരി പ്രതിമ സ്ഥാപിച്ചതിന്റെയും 1ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി സൗജന്യ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്നുള്ള ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ആയുർവേദ ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രധാനിയായിരുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഒരു സംവിധാനം കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പണ്ടാരോ പറഞ്ഞ മാതിരി വാഴ നനയുമ്പോൾ ചിരിയ നനയല്ലോ, ആ ഗുണം ഇവിടെ ആളുകൾക്ക് കിട്ടൂല, ചുറ്റുമുള്ള ആളുകൾക്ക് ആ ഗുണമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അത് ഡോക്ടറെ സംബന്ധിച്ചോളം ഇതൊരു ബിസിനസ് സംവിധാനമായി പോകുക എന്നുള്ളതല്ല. നാട്ടിലെ സാധാരണക്കാർക്ക്, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ആയുർവേദത്തിൻ്റെ കൂടുതൽ ഗുണം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ധന്വന്തരി ആയുർവേദ ഭവൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
ഡയറക്ടറും തൊടിയിലെ ചെടി പ്രോഗ്രാം ഡയറക്ടറുമായ KC ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ആയുർവേദത്തിന് എല്ലാ ചികിത്സാ രീതികളും നല്ലത് തന്നെ, പക്ഷേ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി നമ്മൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു ചാനലാണ് ഈ ചാനൽ. അതിന്റെ ഉദാഹരണമാണ് 367 എപ്പിസോഡുകളിൽ എത്തി നിൽക്കുന്ന തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാം. അതുപോലെ തന്നെ ആയുർവേദ നമ്മുടെ ആരോഗ്യരംഗം എന്ന പങ്ക്തിയിലൂടെ 100 കണക്കിന് എപ്പിസോഡുകൾ ഡോക്ടർ ശ്രീകൃഷ്ണൻ തന്നെ ചെയ്തു. 300 എപ്പിസോഡുകളായിട്ട് നിൽക്കുകയാണ്. അതിൽ 100 കണക്കിന് എപ്പിസോഡുകൾ ഡോക്ടർ ശ്രീകൃഷ്ണൻ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ടായത് ആയുർവേദത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ആയുർവേദ ജനങ്ങൾ. വാർഡ് മെമ്പർ MK ജോസ്, ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ S ശ്രീനാഥ്, അസിസ്റ്റന്റ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീഹരി എന്നിവർ സംസാരിച്ചു. നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. സേവനത്തിന്റെ പാതയിൽ 23 വർഷം പിന്നിട്ടിരിക്കുന്ന ധന്വന്തരി ആയുർവേദ ഭവൻ ഇന്ന് നെല്ലുവായ് ഗ്രാമത്തിന്റെ അഭിമാന സ്ഥാപനമാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദഗ്ധ ചികിത്സയ്ക്കായി അനേകം രോഗികൾ ഈ സ്ഥാപനത്തിൽ വന്നു ചേരുന്നുണ്ട്. ആയുർവേദ തത്വങ്ങളുടെ പ്രചരണാർത്ഥം പ്രവർത്തിച്ചുവരുന്ന ലോർഡ് ധന്വന്തരി ആയുർവേദ ട്രസ്റ്റിന്റെ കീഴിൽ ധന്വന്തരി ആയുർവേദ ഭവനിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നുവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിനെ സ്പെഷ്യാലിറ്റി തലത്തിലേക്ക് ഉയർത്തി ആതുര സേവനം കൂടുതൽ മികച്ചതാക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു ശക്തി പകർന്നുകൊണ്ടും നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം കഴിഞ്ഞൊരു കൊല്ലം നമുക്കൊരു പ്രതിമ ഉണ്ടാക്കുകയും 24 അടിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു ധന്വന്തരി പ്രതിമ ഉണ്ടാക്കുകയും അതിനൊപ്പം തന്നെ വിവിധ തരം ഔഷധ ചെടികൾ കൊണ്ടൊരു ഔഷധോദ്യാനം നിർമ്മിക്കുകയും ഉണ്ടായി. അതിൻ്റെ ഒരു വാർഷികം എന്ന നിലയിൽ 10-12 ദിവസമായി കുറേ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു അവസാന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെ ആവണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ ഇവിടെ ഒരു ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ധന്വന്തരി പ്രതിമയുടെയും ഔഷധ ഉദ്യാനത്തിന്റെയും വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 24 ദിവസങ്ങളായി നടക്കുന്ന പരിപാടികളുടെ സമാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പിൽ 300ഓളം രോഗികൾ പങ്കെടുത്തു. തൊഴിയൂർ സെന്റ് ജോർജ് പള്ളി കാര്യസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ഞൂർക്കുന്ന് മണ്ടുമ്പാൽ ഉക്രു മകൻ 56 വയസ്സുള്ള ജോയിയെയാണ് പഴയ അഞ്ഞൂർ മാർ കുർലോസ് ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോയിയെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാണാത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ വൈകിട്ട് 6:30ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. രാജി ഭാര്യയും ജിൻസി, ജിസ്മി, ജിതി എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കനറ ബാങ്ക് ജീവനക്കാരുടെ വിളക്കാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന കാഴ്ചശീവേലിക്ക് പല്ലാവൂർ ശ്രീധരന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടം വലം അണിനിരക്കും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വരം, ഭഗവതിക്കെട്ടിൽ ഡബിൾ തായമ്പക എന്നിവയുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് വിശേഷാൽ നാഗസ്വര, ഇടയ്ക്ക പ്രദക്ഷിണം അകമ്പടിയാകും. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടാകും. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ ബാങ്ക് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറും. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ P. വിനോദ് കുമാർ, MS ഭാസ്കരൻ, G. രാജേഷ് കുമാർ, P.E. ശ്രീദേവി, UM അഞ്ജന, IS കരിഷ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരസംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരസംഗമം KPPC ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. C. ബക്കർ പുന്ന അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ KV ഷാനവാസ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമറുദ്ദീൻ ഷാ, ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാടൻ, ഡേവിസ് വടക്കൻ, ജില്ലാ സെക്രട്ടറിമാരായ സലാഹുദ്ദീൻ, മുഹമ്മദ് കോയ, ജലീൽ അഞ്ചങ്ങാടി, ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൈറ്റ് വിക്ടേഴ്സ് സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിൽ സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 100 സ്കൂളുകളിൽ ഇടം നേടി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തൃത്തല ഉപജില്ലയിൽ അംഗീകാരം ലഭിച്ച ഏക സ്കൂൾ എന്ന ബഹുമതി സ്കൂളിനും ഗ്രാമത്തിനും ഇരട്ടി മധുരമായി. എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം എന്ന വിഷയത്തിൽ കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസിൽ സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും മികവുകളെയും മനോഹരമായി അവതരിപ്പിച്ചതിനാണ് അംഗീകാരം ലഭിച്ചത്. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ
മറ്റു വിദ്യാർത്ഥികൾ ലിറ്റിൽ കൈറ്റ്സ് മെന്റേഴ്സായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത, കലാധ്യാപകനായ ബാഗിഷ് തുടങ്ങിയവർ ചേർന്നാണ് റീൽസ് ചിത്രീകരിച്ചത്. പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ഉൾപ്പെടെ 6 സ്കൂളുകളാണ് വിജയികളായത്. നവംബർ 14 ശിശുദിനം. കുട്ടികൾ ഏറെ ഇഷ്ടത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രശില്പികളെന്ന് ഉറച്ചു വിശ്വസിച്ച ഭരണാധികാരിയായിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ നല്ല ഭാവി സ്വപ്നം കണ്ടിരുന്നത് കുട്ടികളിലായിരുന്നു. കുട്ടികളുടെ ഈ ദിനത്തിൽ CCTVയിൽ വാർത്തകൾ വായിക്കുന്നത് വിദ്യാർത്ഥി പ്രതിനിധിയാണ്. ശിശുദിന വാർത്തകളിലേക്ക്. നമസ്കാരം, ഞാൻ ജീവൻ ജിജോ കണ്ണനായിക്കൽ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നാടെങ്ങും ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആഘോഷം നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുട്ടികൾ പൂന്തോട്ടത്തിന്റെ മൊട്ടുകൾ പോലെയാണ്. സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിപാലിക്കുമ്പോൾ മാത്രമേ അവർക്ക് വളർന്ന് നല്ല വ്യക്തികളാകാൻ സാധിക്കൂ. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളെ പറ്റിയുള്ള കാഴ്ചപ്പാട് അതായിരുന്നു. കുഞ്ഞുങ്ങളുമായി സ്നേഹവാത്സല്യങ്ങൾ പങ്കിട്ട നെഹ്റുവിനെ ചാച്ചാജി എന്ന് കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചു. കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനമാണെന്നും വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന കുട്ടികളുടെ നിഷ്കളങ്കതയാകണം ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും ജവഹർലാൽ നെഹ്റു എന്നും രാജ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ലോകമെമ്പാടും പലവിധേനയുള്ള പീഡകൾക്ക് എക്കാലത്തും ഇരകളാകുന്നുണ്ട്. യുദ്ധങ്ങളിൽ ആയിരക്കണക്കിന് കുരുന്നുജീവനുകൾ പൊലിയുന്ന വാർത്തകൾ ഇന്നും കാണേണ്ടി വരുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. കുരുന്നുചിരികൾ മായാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നുണ്ടാകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ശിശുദിനവും. വെസ്റ്റ് മങ്ങാട് പൊന്നം അങ്കണവാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലർ ഡെന്നിസ് മങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ALMSE അംഗം നീനു ഷെറിൻ അധ്യക്ഷത വഹിച്ചു. ജോസ്മി, അധ്യാപകരായ മിന്നി, പ്രീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന റാലിയിൽ ചാച്ചാ വേഷധാരികളായ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പായസ വിതരണവുമുണ്ടായി. ALMSE അംഗങ്ങൾ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാഗ AKG നഗർ അമൃത അങ്കണവാടിയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. അങ്കണവാടിയിലെ കുരുന്നുകളും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ശിശുദിന റാലി വർണ്ണാഭമായി. റാലിയെ തുടർന്ന് അങ്കണവാടിയിൽ നടന്ന ആഘോഷത്തിൽ അങ്കണവാടി കമ്മിറ്റി അംഗങ്ങളായ സൗമ്യ ലാസർ, ഷീജ മധു, അമൃത വിനേഷ്, അങ്കണവാടി അധ്യാപിക PK ലളിത, ഹെൽപ്പർ റീന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കമ്മിറ്റി അംഗമായ ശാരിക മോഹനൻ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും ജ്യൂസും വിതരണം ചെയ്തു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV നിവാസ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, വത്സൻ ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, ജയൻ പാണ്ഡിയത്ത്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ ശിശുദിനാഘോഷത്തിന് ഘോഷയാത്രയോടെ തുടക്കമായി. രാവിലെ 9:15 പാവർട്ടി ASI KD രമേശ് ശിശുദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാച്ചാജിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിശ്ചല ദൃശ്യവും ഉണ്ടായിരുന്നു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ, കലാകായിക പ്രദർശനം എന്നിവയാൽ ഘോഷയാത്ര ഗംഭീരമായി. പ്രധാന സെന്ററായ പോൾ മാസ്റ്റർ പടിയിലായിരുന്നു 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിയുടെ സമാപന സമ്മേളനം. ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, പ്രിൻസിപ്പാൾ ഉഷ നന്ദകുമാർ, വൈസ് പ്രിൻസിപ്പാൾ സ്റ്റെല്ല ഫ്രാൻസിസ് എന്നിവർ ആശംസയർപ്പിച്ചു. അധ്യാപകരും റാലിയിൽ സംബന്ധിച്ചു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന ദർശനത്തോടെ കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടാകെ ആഘോഷിക്കുകയാണ്. കുട്ടികളെ പറ്റിയും യുവജനങ്ങളെ പറ്റിയും നല്ല ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. 1889-ൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, ഇന്ത്യയെ കെട്ടുറപ്പോടെ പണിതുയർത്തിയ ആധുനിക ഭാരതത്തിന്റെ ശില്പിയുമായിരുന്നു. വിഭജനം സൃഷ്ടിച്ച മുറിവുകളും വർഗീയ കലാപങ്ങളും പകർച്ചവ്യാധികളും നിലനിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു
നെഹ്റു ആധുനിക ഇന്ത്യയെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നവഭാരത ശില്പി എന്ന് വിളിക്കുന്നതും ആദരിക്കുന്നതും. രാഷ്ട്രീയക്കാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, വാഗ്മി, എഴുത്തുകാരൻ എന്നിങ്ങനെ പല രംഗത്തും തിളങ്ങിയ ലോകത്തിലെ വളരെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം. വികസന കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചവത്സര പദ്ധതികളായിരുന്നു. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യകൾ, കാർഷിക മേഖല, ജലസേചനം മുതലായ മേഖലകളിൽ ശ്രദ്ധ ചെലുത്തിയാണ് നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയത്. കാർഷിക വികസനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. വ്യാവസായിക മേഖലകളിൽ ഒരു പുത്തൻ ഉണർവ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭൂരിഭാഗം വരുന്ന പട്ടിണി പാവങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കപ്പെടാത്ത കാലത്തോളം രാജ്യം നിരർത്ഥകമായിരിക്കുമെന്ന് നെഹ്റു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ കൃഷിയുടെയും വ്യവസായങ്ങളുടെയും മുന്നേറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു. വിശപ്പ് എന്ന പ്രശ്നം ശാസ്ത്രത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ. ദാരിദ്ര്യവും അറിവില്ലായ്മയും അനാരോഗ്യവും ഉന്മൂലനം ചെയ്യുന്നതിനും രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഉപയോഗപ്പെടുത്തണമെന്ന് നെഹ്റു വാദിച്ചു. എന്റെ അസ്ഥികൾ ഇന്ത്യയിലെ നദികളിൽ ഗംഗയിലും യമുനയിലും ഒഴുക്കുക, മുകളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വിതറുക. അങ്ങനെ ഈ മഹത്തായ മണ്ണിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം എഴുതിയത് ഇന്ത്യൻ മണ്ണിനോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു. ആ പ്രതിഭയുടെ സ്മരണയ്ക്ക് മുന്നിൽ 1000 കൂപ്പുകൈ. രാജ്യത്തെ ഓരോ കുട്ടികൾക്കും വ്യക്തമായ അവകാശമുണ്ട്. ഓരോ കുട്ടികൾക്കും ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട്. കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാനത്തിനാണ്. വിവേചനരഹിതമായ എല്ലാ അവകാശങ്ങളും കുട്ടിക്ക് ബാധകമായിരിക്കും. ഏത് തരത്തിലുള്ള വിവേചനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക എന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. മക്കളെ വളർത്തുന്നതിന്റെ ആദ്യ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ്. വിനോദം, കായികം, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അത്തരമൊരു അന്തരീക്ഷം കുട്ടിക്ക് ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. സമൂഹത്തിലെ അനാഥരായ കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കാനും അവകാശമുണ്ട്. ശിശുദിന വാർത്തകൾ വായിച്ച കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ജീവൻ ജിജോ കണനായ്ക്കലിന് നന്ദി. മറ്റു വാർത്തകളിലേക്ക്. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അഞ്ഞൂർ സെന്ററിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ SI മൻസൂർ ഉദ്ഘാടനം ചെയ്തു. റോഡ് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മിഠായി വിതരണവും റോഡ് നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച നോട്ടീസും വിതരണം ചെയ്തു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. റോവർ ആൻഡ് റേഞ്ചർ ലീഡർമാർ നേതൃത്വം നൽകി. കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഗുരുവായൂർ ചാപ്റ്റർ സംഗമവും മെമ്പർഷിപ്പ് വിതരണവും ചാവക്കാട് നടന്നു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് മുസ്തഫ തിരൂരങ്ങാടി ഉദ്ഘാടനം ചെയ്തു. സലിം ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, ഇ മുഹമ്മദ് കോയ, സുബൈർ ആർട്ടിസ്റ്റ്, ലൈല റസാഖ്, ഷൈനി ചാവക്കാട്, നിസ കരീം, പൊന്നാനി ചാപ്റ്റർ പ്രതിനിധി ഉസ്താദ് അഷ്റഫ് പാലപ്പെട്ടി, റഫീഖ് നമ്പഴിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തിരൂരങ്ങാടിയും സംസ്ഥാന സെക്രട്ടറി ആരിഫ് കാപ്പലിലും ചേർന്ന് നിർവഹിച്ചു. ചാപ്റ്ററിലെ കലാകാരന്മാരുടെ ഗാനമേളയും അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,720 രൂപ, പവന് 93,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 172 രൂപ. ചരമം. കടപ്പുറം അടിത്തിരുത്തി പള്ളിക്ക് കിഴക്കുഭാഗത്ത് താമസിച്ചിരുന്ന പരേതനായ അബ്ദു മകൻ രായമരക്കാർ വീട്ടിൽ മുഹമ്മദ് നിര്യാതനായി 77 വയസ്സായിരുന്നു. ഖബറടക്കം അടിത്തിരുത്തി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി.
ഫാത്തിമയാണ് ഭാര്യ. ഷംസുദ്ദീൻ, ലത്തീഫ്, ആഷിഫ്, ഫസ്ന, ഫംന, ഷംന എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.